Now I would like to welcome our Honorable President of Kerala BJP Sri K. Surendran to officially welcome our Honorable Prime Minister Sri Narendra Modi ji by putting a shawl. Narendra Modi jiയെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ. Now it's the time for gifting mementos to our Honorable Prime Minister. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആദരം അർപ്പിക്കുന്നതിനുള്ള സമയമാണ്. By invoking great memories of Bhavya Ram Mandir and Lord Sri Ram, the district committee will present a statue of Lord Sri Ram, Sita Mata, Lakshman and Hanuman ji to our Prime Minister. ശ്രീരാമ ഭവ്യമായ രാമമന്ദിരത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ അഡ്വക്കേറ്റ് കെ എസ് ഷൈജു പ്രധാനമന്ത്രിക്ക് ഓടിൽ തീർത്ത വിഗ്രഹങ്ങൾ കൈമാറുന്നു. I invite our Honorable President Sri K. Surendran ji to present a memento on behalf of State Committee, a bow and arrow made in teak wood to the great warrior, the Savyasaji of India, Sri Narendra Modi ji. ഭാരതത്തിന്റെ വില്ലാളി വീരൻ ആധുനിക സവ്യസാജി ശ്രീ നരേന്ദ്ര മോദിജിക്ക് തേക്കിൽ തീർത്ത അമ്പും വില്ലും ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. Now I would like to invite our Honorable State General Secretaries to garland our Honorable Prime Minister. ആരാധനായ പ്രധാനമന്ത്രിയെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം ടി രമേശ്, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ സി കൃഷ്ണകുമാർ, ശ്രീ പി സുധീർ എന്നിവരെ ക്ഷണിക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. It's a time for presidential address. I would like to invite the Honorable President of Kerala BJP, Bada Fighter, Sri K. Surendran ji to address the gathering. भारत माता के, नरेंद्र मोदी जी के, ലോകാരാധ്യനായ പ്രധാനമന്ത്രി പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിജി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർകൾ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അവർകൾ, മറ്റ് പ്രമുഖ നേതാക്കളെ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഇവിടെ എത്തിയിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളുടെ ചുമതല നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കും വലിയ സൗഭാഗ്യത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പുതുവർഷം പുലർന്നതിന് ശേഷം 17 ദിവസത്തിനിടയിൽ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇത് രണ്ടാമത്തെ തവണയാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷവും ഭാഗ്യവുമായിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിൻ്റെ സാമൂഹ്യ വികസന കാര്യങ്ങളിലും എത്രമാത്രം താല്പര്യമുണ്ട്, എത്രമാത്രം കരുതലും സ്നേഹവുമാണ് മലയാളികളോട്, കേരളത്തിലെ ജനങ്ങളോട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്കുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർശനങ്ങളിലും വെളിവാവുകയാണ്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അറബിക്കടലിൻ്റെ റാണിയായിട്ടുള്ള കൊച്ചിയുടെ നഗരത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ, കൊച്ചിയിലെ സാധാരണ ജനങ്ങൾ
എന്തൊരു ഹൃദ്യമായിട്ടുള്ള വരവേൽപ്പാണ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നൽകിയത്. ഇന്ന് കാലത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും അനേകം വിവാഹങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നത്. നോക്കൂ, നിങ്ങൾ അയോധ്യയിലെ വാൽമീകിയുടെ നാമധേയത്തിലുള്ള വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്, ലോകാർപ്പണം ചെയ്യുന്ന സമയത്ത് ആരാധ്യനായ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ നാലമ്പല ദർശനങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എത്ര ആധികാരികമായിട്ടാണ് അയോധ്യയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത്. പക്ഷെ നമ്മൾ ആരും അപ്പോൾ പ്രതീക്ഷിച്ചില്ല, വൈകാതെ അദ്ദേഹം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കേരളത്തിന്റെ ചരിത്രത്തോട്, കേരളത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യങ്ങളോട് എത്രമാത്രം ഒരു താല്പര്യമുള്ള നേതാവാണ് ശ്രീ നരേന്ദ്രമോദിജി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കും കഴിഞ്ഞ 10 വർഷമായി എത്രയാമാത്രം കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ ഓരോ സന്ദർശനവും മലയാളികൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാണ് അദ്ദേഹം ഓരോ തവണയും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് MP-മാരില്ല, MLA-മാരില്ല, മോദിജിയെ പിന്തുണയ്ക്കുന്ന ലോക്സഭയിലെ MP-മാർ നമുക്കില്ല, നമുക്ക് നിയമസഭാ സാമാജികന്മാരില്ല. പക്ഷെ ഓരോ സന്ദർഭത്തിൽ കേരളത്തിൽ വരുമ്പോഴും 10,000-കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വരുന്നത്. ഇന്നും അദ്ദേഹം കൊച്ചിയിൽ 4,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പാഴ്വാക്കുകളല്ല, രാഷ്ട്രീയ വാഗ്ദാനങ്ങളല്ല, ഉറപ്പുള്ള നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിജി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. വലിയൊരു ദൗത്യമാണ് ശ്രീ നരേന്ദ്രമോദിജി ഏറ്റെടുത്തിരിക്കുന്നത്. ജനുവരി 22-ാം തീയതി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലേക്കുള്ള വ്രതത്തിലാണ് ശ്രീ നരേന്ദ്രമോദിജി. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ അയോധ്യയിലെ ഭവ്യമായ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രം പണിയാൻ എത്രയോ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ചരിത്ര പ്രസിദ്ധമായ രഥയാത്രയുടെ സംഘാടകനായിരുന്നു. ആ പ്രധാനമന്ത്രി കേരളത്തിലെ മലയാളികൾക്ക് അയോധ്യയിൽ 500 വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക്, കേരളീയർക്ക് 2 പേരുകൾ മറക്കാൻ കഴിയില്ല. അതിലൊരു പേര് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പോരാട്ടത്തിന് അതിന്റെ സാധ്യതമാവുന്നതിൽ ഏറ്റവും ആദ്യകാലത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മലയാളിയായിട്ടുള്ള ശ്രീ KK നായരുടെ സംഭാവന ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. മറ്റൊരു പേരും KK-യിൽ തുടങ്ങുന്നതാണ്. അത് ശ്രീ KK മുഹമ്മദാണ്. അയോധ്യയിലെ ശ്രീരാമലാലയുടെ ക്ഷേത്രത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ നമ്മൾക്കെതിരായിട്ടുള്ള വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ശ്രീ KK മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഉത്ഖനന നടപടികൾ ശാസ്ത്രീയമായി അയോധ്യ രാമക്ഷേത്രം തന്നെയാണ് എന്ന് കോടതിയിൽ തെളിയിക്കുന്നതിന് 2 പേരും മലയാളികളാണ്. ഞാൻ ശ്രീ മോദിജിയുടെ മുമ്പിൽ ആ മലയാളികൾ, അഭിമാന താരങ്ങളായിട്ടുള്ള മലയാളികളുടെ നാമധേയം ഇവിടെ സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരള രാഷ്ട്രീയം ഒരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും വികസന വിരുദ്ധ രാഷ്ട്രീയവുമാണ് കേരളത്തിലുള്ളത്. നരേന്ദ്രമോദിജി ഈ രാജ്യം മുഴുവൻ വികസനം നൽകുമ്പോൾ, അഴിമതിരഹിതമായ ഭരണം ഉറപ്പുവരുത്തുമ്പോൾ, നാട്ടിലെ ജനങ്ങൾക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ കേരളത്തിൽ മാത്രം ഇവിടുത്തെ സർക്കാർ അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ്. സഹകരണ കൊള്ളയിലും മാസപ്പടിയിലുമെല്ലാം പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവസ്ത്രനായി നിൽക്കുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. പ്രതിപക്ഷത്തിനും അതേ മുഖം തന്നെയാണ്. അഴിമതി ഭരണമാണ് ഇവിടെ നടക്കുന്നത്, വികസനമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടിനും പരിഹാരം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള പരിഹാരം. പ്രിയപ്പെട്ടവരെ, ശക്തി കേന്ദ്രയിലെ ഇൻചാർജുമാരാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മോദിജി കേരളത്തിന് കനിഞ്ഞ് നൽകിയ സൗകര്യങ്ങൾ ഓരോന്നും, വികസന പദ്ധതികൾ ഓരോന്നും ഈ നാട്ടിലെ ഓരോ വീട്ടിലും ചെന്ന് BJP പ്രവർത്തകന്മാർ മോദിയുടെ ഗ്യാരണ്ടി, അദ്ദേഹം തന്നെ മലയാളത്തിൽ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി
കേരളത്തിലെ ഓരോ വീട്ടിലും ഓരോ ഹൃദയത്തിലും മോദിയുടെ ഗ്യാരണ്ടി എത്തിക്കുക എന്നുള്ള ഭഗീരഥ ദൗത്യമാണ് ഈ ഇരിക്കുന്ന 7000-ഓളം വരുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുമാരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത 100 ദിവസം നമ്മൾ അത് രാവും പകലുമില്ലാതെ അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മോദിജിയുടെ മുമ്പിൽ ഉറപ്പ് നൽകുകയാണ്. കഠിനമായ പരിശ്രമത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കാൻ മോദിജിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴുമുണ്ട്. നമ്മുടെ പരമഭാഗ്യമാണ്. പൊതുജനങ്ങളോട് സംസാരിച്ച് വലിയ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള മോദിജി ആദ്യമായിട്ടാണ് മോദിജിയുടെ മാർഗദർശനം പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരിട്ട്, ശക്തി കേന്ദ്ര ഇൻചാർജുമാർക്ക് നേരിട്ട് ലഭിക്കുന്നത്. കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തിന് വന്ന ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള അഗൈതവമായ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കി. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുൻ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ ശ്രീ വി മുരളീധരൻജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. The much awaited time has come. It's a dream come true moment for me to heartily welcome the global leader, the statesman, the visionary, the legend, the one and only Narendra Damodar Das Modi to inaugurate this auspicious function. I welcome Narendra Modi ji to inaugurate this Shakti Kendra in charge Sammelan. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനെയും ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനവാടി. केरला में बीजेपी को सशक्त करने वाले आप सभी कार्यकर्ता साथियों के बीच आना मेरे लिए हमेशा बहुत ही सुखद होता है। विपरीत परिस्थितियों के बावजूद केरला के कोने कोने में कार्यकर्ताओं की अनेक पीढ़ियों ने बीजेपी का झंडा बुलंद रखा है। राजनीतिक हिंसा के बीच भी अपनी विचारधारा और देशभक्ति के प्रति कमिटेड रहने वाली कार्यकर्ताओं की हर पीढ़ी को आज मैं सर झुका करके नमन करता हूं। കേരളത്തിൽ ബിജെപിയെ ശക്തിപ്പെടുത്തുന്ന നിങ്ങളുടെ ഇടയിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമുള്ള കാര്യമാണ്. വിപരീത പരിസ്ഥിതിയിലും കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള പ്രവർത്തകരുടെ പല തലമുറകൾ പാർട്ടിയുടെ പതാക ഉയരെ പാറിപ്പിക്കുന്നതിൽ വിജയിച്ചു. രാഷ്ട്രീയ അക്രമങ്ങളുടെ ഇടയിലും പ്രത്യയശാസ്ത്രത്തോടും ദേശഭക്തിയോടും അചഞ്ചലമായ വിശ്വാസമർപ്പിച്ച് ആ പ്രവർത്തകരുടെ തലമുറയെ ഞാൻ ശിരസ് നമിച്ച് ഇതാ വണങ്ങുന്നു. കേരളത്തിലെ എൻ്റെ സഹപ്രവർത്തകരെ, केरला के लोगों का प्रेम, उनका स्नेह हमेशा ही मुझे अभिभूत करता है। कल जिस क्षण मैं कोच्चि पर उतरा,
तब से लेकर पूरे रास्ते भर हजारों लोग मुझे अपना आशीर्वाद देने आए। आज सुबह मैं गुरुवायूर और त्रिपायर मंदिर में दर्शन के लिए गया था। मंदिर के भीतर मैंने जनार्दन के आशीर्वाद की अनुभूति की और मंदिर के बाहर मुझे ईश्वर रूपी जनता जनार्दन के दर्शन हुए। हजारों की संख्या एक बार फिर लोग मुझे आशीर्वाद देने के लिए आए थे। ये मेरा सौभाग्य है, ये भावना अद्भुत है। संगठन की ये शक्ति, केरल के कार्यकर्ताओं का ये परिश्रम वाकई बहुत संतोष देने वाला है। കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ടം, പ്രേമം, സ്നേഹം എന്നും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്നലെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ വഴിയരികിൽ മുഴുവനും ആയിരക്കണക്കിന് ജനങ്ങളാണ് എന്നെ അനുഗ്രഹിക്കാൻ എത്തിയത്. ഇന്ന് രാവിലെ ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങൾ ദർശനത്തിന് പോയി. ക്ഷേത്രങ്ങൾക്കകത്ത് ജനാർദ്ദനന്റെ അനുഭൂതി ലഭിച്ചു. എന്നാൽ ക്ഷേത്രങ്ങളുടെ പുറത്ത് എനിക്ക് ഈശ്വര രൂപം പൂണ്ട ജനാർദ്ദനന്റെ ദർശനവും ലഭിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് വീണ്ടും എന്നെ അനുഗ്രഹിക്കാൻ വന്നിരുന്നത്. ഇതെന്റെ സൗഭാഗ്യമാണ്. ഈ വികാരം, ഈ ശക്തി, ഇത് അചിന്തിതമാണ്. ഇത് വളരെ അധികം സന്തോഷം എനിക്ക് നൽകുന്നു. കേരളത്തിലെ എൻ്റെ सहप्रवृत्तगरे केरला बीजेपी के कार्यकर्ताओं का सामर्थ्य कितना बड़ा है, ये हमने कुछ दिन पहले त्रिशूर में हुए नारी शक्ति सम्मेलन में देखा है। मेरा जीवन का बहुत बड़ा हिस्सा तो संगठन के कार्यकर्ता के तौर पर काम करते हुए ही बीता है। इसलिए अपने अनुभव से मैं कह सकता हूं कि इतना विराट सम्मेलन एक मजबूत संगठन ही करा सकता है। ये दिखाता है कि केरला में आप सभी कितनी अधिक मेहनत कर रहे हैं। കേരളത്തിലെ ബിജെപിയുടെ പ്രവർത്തകരുടെ കഴിവ് വളരെ വലുതാണ്. ഇത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ കാണാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ വലിയ സമയം ഞാൻ സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ പ്രവർത്തിച്ച് ചെലവഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇതുപോലെയുള്ള വലിയ സമ്മേളനം അത് നടത്തണമെങ്കിൽ ഒരു ശക്തമായ സംഘടനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന്. ഇത് നിങ്ങൾ കേരളത്തിൽ എത്ര പരിശ്രമിക്കുന്നു, എത്ര അധികം പരിശ്രമിക്കുന്നു എന്ന് കാണിച്ചു തന്നു. केरळतिले एनडीए सहप्रवृत्तगरे बीजेपी आज पूरे देश के हर क्षेत्र, हर वर्ग की पार्टी है। बीजेपी ही एकमात्र पार्टी है जिसके पास तेज विकास का ट्रैक रिकॉर्ड भी है और भविष्य का स्पष्ट विजन भी है। गरीब, महिला, युवा, किसान, मछुआरे, ये समाज के वो चार वर्ग है जिनके सशक्तिकरण से ही विकसित भारत का निर्माण होने वाला है। ये बीजेपी ही है जो गरीब कल्याण को सर्वोच्च प्राथमिकता देते हुए काम कर रही है।
हमने गरीबों को मुफ्त राशन देने वाली योजना शुरू की और अब इसे 5 साल के लिए आगे बढ़ाया है। हमने गरीबों को मुफ्त इलाज की सुविधा दी, गरीबों को पक्के घर दिए, मुफ्त गैस कनेक्शन दिया। ऐसी योजनाओं से गरीबों का जीवन आसान हुआ है। BJP ഇന്ന് രാജ്യത്തെ എല്ലാ പ്രദേശത്തിലും എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടിയാണ്. BJPക്ക് മാത്രമാണ് വേഗത്തിലുള്ള വികസനത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം ഭാവിയെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടുമുള്ളത്. പാവങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ, കൃഷിക്കാർ, തൊഴിലാളികൾ എന്നിവർ ആ വിഭാഗങ്ങളാണ് ആരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണോ വികസിത ഭാരതം സാധ്യമാവേണ്ടത്, അതിനാരെയാണോ ശക്തിപ്പെടുത്തേണ്ടത്, അതിവരാണ്. പാവങ്ങളുടെ ക്ഷേമത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് BJP. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ അത് 5 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. നമ്മൾ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവർക്ക് നല്ല വീട് നൽകി, സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. ഇത്തരത്തിലുള്ള പദ്ധതികളിലൂടെ നാം പാവങ്ങളുടെ ജീവിതം സുഖകരമാക്കി. साथियों, बीजेपी सरकार की प्राथमिकता है देश के सामान्य नागरिक की, आपकी कमाई बढ़े लेकिन बचत भी बढ़े। आयुष्मान भारत योजना के तहत 5 लाख रुपए तक का मुफ्त इलाज मिलने से देश के लोगों को 1 लाख करोड़ रुपए की बचत हुई है। जन औषधि केंद्रों पर 80% डिस्काउंट पर दवा देने से देश के लोगों के 25,000 करोड़ रुपए से ज्यादा बचे हैं। 10 साल पहले तक 2 लाख रुपए से ज्यादा की इनकम पर इनकम टैक्स लगा करता था। बीजेपी सरकार ने तय किया कि अब 2 लाख बहुत जमाना चला गया, 7 लाख रुपए तक की इनकम पर कोई टैक्स नहीं होगा। टैक्स को लेकर जो भी नई व्यवस्थाएं 10 वर्षों में आई है, उससे टैक्स पेयर के लगभग 2.5 लाख करोड़ रुपए की बचत हुई है। बीजेपी सरकार ने मोबाइल भी सस्ता किया है और मोबाइल डेटा भी सस्ता किया है। 10 साल पहले मोबाइल डेटा की जो कीमत थी, अगर वही आज भी रहती तो आज आपका मोबाइल बिल कम से कम 5,000 रुपया महीने आता। आज बीजेपी की सरकार की वजह से देश के लोगों को हर महीने मोबाइल बिल पर 4-4,500 रुपया हर व्यक्ति का जो मोबाइल का उपयोग करता है 4-4,500 रुपये की बचत हो रही है। BJP സർക്കാരിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം രാജ്യത്തെ സാധാരണക്കാരുടെ, നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനോടൊപ്പം അവരുടെ സമ്പാദ്യവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിലൂടെ രാജ്യത്തിലെ സാധാരണക്കാർക്ക് 1 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ 80% കിഴിവിൽ മരുന്നുകൾ ലഭിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഏതാണ്ട് 25,000 കോടി രൂപയിലധികം ലാഭമുണ്ടായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ്
2 ലക്ഷം രൂപയിലധികം വരുമാനമുള്ളവർ ആദായ നികുതി നൽകണമായിരുന്നു. ആ 2 ലക്ഷം രൂപയുടെ കാലം കഴിഞ്ഞു. BJP സർക്കാർ തീരുമാനിച്ചു 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി വേണ്ട എന്ന്. നികുതി വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലുണ്ടായ മാറ്റങ്ങൾ, പുതിയ തീരുമാനങ്ങൾ കൊണ്ട് രാജ്യത്തിലെ നികുതിദായകർക്ക് 2.5 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായിട്ടുണ്ട്. BJP സർക്കാർ മൊബൈൽ ഫോണിൻ്റെ വില കുറച്ചു. അതോടൊപ്പം മൊബൈൽ ഡാറ്റയുടെ വിലയും കുറച്ചു. 10 വർഷം മുമ്പുള്ള മൊബൈൽ ഡാറ്റയുടെ വിലയാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയുടെ ബില്ല് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 5000 രൂപയാവുമായിരുന്നു. ഇന്ന് BJP സർക്കാർ കാരണം ഓരോ വ്യക്തിക്കും 4000 മുതൽ 4500 രൂപ വരെയുള്ള തുകയുടെ ലാഭം ഓരോ മാസവും മൊബൈൽ ബിൽ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. साथियों, बीजेपी सरकार की स्पष्ट नीति और निर्णयों का सकारात्मक असर आज देश में दिख रहा है। हाल में ही आई एक रिपोर्ट में आया है कि पिछले 9 वर्षों में देश में 25 करोड़ लोग, यह आंकड़ा याद रखिए, 9 वर्ष में 25 करोड़ लोग गरीबी से बाहर निकले हैं। जिस देश में 5 दशकों तक कांग्रेस जैसे दलों ने सिर्फ गरीबी हटाओ का नारा दिया, वहां सिर्फ 9 साल में लगभग 25 करोड़ लोगों का गरीबी से बाहर निकलना, ये बहुत बड़ी बात है। ये दिखाता है कि विकसित भारत बनने के लिए हमने जो दिशा तय की है, जिस रास्ते पर चल रहे हैं, वो रास्ता सही है। BJP സർക്കാരിൻ്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണകരമായ പ്രഭാവം രാജ്യത്ത് ദൃഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ രാജ്യത്ത് 25 കോടി ജനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായി എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 9 വർഷത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് കോൺഗ്രസും മറ്റു പാർട്ടികളും 5 പതിറ്റാണ്ട് കാലം ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യൂ എന്ന മുദ്രാവാക്യം മാത്രം പറഞ്ഞു നടന്നത്? ആ രാജ്യത്ത് 9 വർഷം കൊണ്ട് 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി എന്നുള്ളത് വലിയ കാര്യമാണ്. എന്താണിത് തെളിയിക്കുന്നത്? വികസിത ഭാരതം എന്ന സങ്കല്പം വെച്ചുകൊണ്ട് നാം തെരഞ്ഞെടുത്ത രീതികളും നമ്മുടെ മാർഗവും ശരിയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. साथियों, लोकसभा के चुनाव देश की सरकार चुनने के लिए है। ये बात आपको हर वोटर तक पहुंचानी है। भारत सरकार की एक बड़ी जिम्मेदारी देश की सुरक्षा और दुनिया में भारत की भूमिका को सशक्त करने की होती है। हमें वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी, तो आए दिन आतंकी हमले होते थे। इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था। हमें उन्हें बार बार बताना होगा कि LDF, UDF का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है। आज भारत को दुनिया
विश्व मित्र के रूप में देख रही है। पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर है। इसका बेहतरीन उदाहरण गल्फ देशों के साथ हमारे संबंध है। आज गल्फ के देशों से भारत के संबंध इतिहास के सबसे मजबूत दौर से गुजर रहे हैं। गल्फ के देशों में भारतीयों का सम्मान भी बढ़ा है, उनके लिए अवसर भी बढ़े हैं और उन्हें सुरक्षा का भरोसा भी मिला है। കേരളത്തിലെ എൻ്റെ സഹപ്രവർത്തകരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം ഭരിക്കേണ്ട സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഈ കാര്യം നിങ്ങൾ എല്ലാ വോട്ടർമാരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. ഭാരത സർക്കാരിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം രാജ്യത്തിൻ്റെ സുരക്ഷയും അതോടൊപ്പം ലോകത്ത് ഭാരതത്തിൻ്റെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ്. നമ്മൾ സമ്മതിദായകരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ദുർബലവും അസ്ഥിരവുമായ സർക്കാരായിരുന്നു എന്ന്. രാജ്യത്ത് തീവ്രവാദ ആക്രമണമുണ്ടായപ്പോൾ അതിൻ്റെ പ്രഭാവം നമ്മുടെ നിക്ഷേപങ്ങളിലും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ രാജ്യക്കാരിലും ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് ആവർത്തിച്ച് പറയണം, LDFിൻ്റെയും UDFിൻ്റെയും ചരിത്രം അഴിമതിയുടെയും കുംഭകോണങ്ങളുടെയും ആണെന്ന്. ഇന്ന് ലോകം ഭാരതത്തെ ലോകത്തിൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുന്നു. സമ്പൂർണ്ണ ലോകത്തിലും ഭാരതത്തിൻ്റെയും ഭാരതീയരുടെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ വലിയ ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കാണാവുന്നതാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരോടുള്ള ബഹുമാനം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അവർക്കുള്ള അവസരങ്ങൾ കൂടിയിരിക്കുന്നു. അവർക്കുള്ള സുരക്ഷാ ബോധവും വർദ്ധിച്ചിരിക്കുന്നു. साथियों, अब चुनाव दरवाजे पर दस्तक दे रहे हैं और अब केरला दिल्ली विजय का नेतृत्व करने की ताकत वाला बन गया है। चुनाव जीतने के लिए हम लोकसभा जीतने की बात तो करेंगे, लेकिन यहां शक्ति केंद्र के कार्यकर्ता आए हैं। हमारा पहला संकल्प चाहिए, हमारा बूथ हम जीतेंगे। हम हमारे बूथ में पराजित नहीं होंगे। अगर बूथ को जीत लिया तो केरल को भी जीत सकते हैं। കേരളത്തിലെ സഹപ്രവർത്തകരെ, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാ ബൂത്തിലും കഠിന പ്രയത്നം ചെയ്യണം. കേരളത്തിനും ദില്ലിയിൽ അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മൾ ബൂത്തിൽ ജയിക്കണം. എല്ലാ ബൂത്തിലും നാം ജയിച്ചാൽ നമുക്ക് കേരളവും നമുക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് കേരളം ജയിക്കാൻ നിങ്ങളുടെ ബൂത്തിൽ നിങ്ങൾ ജയിക്കണം. और इसलिए चुनाव जीतने के लिए आपको हर बूथ पर, हर मतदाता पर ध्यान केंद्रित करना है, भरपूर मेहनत करनी है और हर शक्ति केंद्र पर मेहनत करनी है। आपके शक्ति केंद्र में जो भी लाभार्थी है, उनसे आपका मिलना हो, आप उनको नाम से बुलाएं, उनके परिवार तक आप जाएं, इसको आप सबसे पहले प्राथमिकता दीजिए। आपके पास अपने क्षेत्र के सभी लाभार्थियों की लिस्ट जरूर होनी चाहिए। इस समय केरला में
विकसित भारत संकल्प यात्रा चल रही है। इस यात्रा का लक्ष्य है कि केंद्र सरकार की विकास की योजनाओं से कोई छूटे नहीं। जिनको अभी लाभ नहीं मिला है उन्हें आपको विकसित भारत संकल्प यात्रा में लाना है। मोदी की गारंटी वाली गाड़ी तक पहुंचाना है। और मोदी की गारंटी यानी गारंटी के पूरा होने की गारंटी। ये बात हर वोटर तक आप सब साथी पहुंचाएंगे, ये मेरा विश्वास है। എല്ലാ ബൂത്തിലും കഠിന പ്രയത്നം ചെയ്യണം. എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും കഠിന പ്രയത്നം ചെയ്യണം. നിങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഗുണഭോക്താക്കളെയും നിങ്ങൾ കാണണം. അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ കാണണം. ഇതായിരിക്കണം നിങ്ങളുടെ പ്രാഥമികമായ പ്രവർത്തനം. നിങ്ങളുടെ കൈവശം നിങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഗുണഭോക്താക്കളുടെയും പട്ടിക ഉണ്ടാവണം. കേരളത്തിൽ ഇപ്പോൾ വികസിത സങ്കല്പ ഭാരത സങ്കല്പ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം ഭാരത സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, ആ പദ്ധതികളിൽ നിന്നും ആരും ഒഴിവാക്കപ്പെടരുത് എന്നാണ്. ആർക്കെങ്കിലും പദ്ധതികളുടെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ വികസിത ഭാരത സങ്കല്പ യാത്രയിൽ കൊണ്ടുവരണം. മോഡിയുടെ ഗ്യാരണ്ടിയുള്ള വണ്ടിയുടെ അരികിൽ കൊണ്ടുവരണം. മോഡിയുടെ ഗ്യാരണ്ടി അഥവാ ഗ്യാരണ്ടി പൂർത്തീകരിക്കുമെന്ന ഗ്യാരണ്ടിയാണ് ഇത്. നിങ്ങൾ എല്ലാ സമ്മതിദായകരെയും പറഞ്ഞു മനസ്സിലാക്കണം. साथियों, अपने शक्ति केंद्रों पर लोगों से लगातार बार बार सक्रियता के साथ मिलते रहे, उनके मुद्दों को समझे और ये देखें कि किस योजना से उनकी समस्या का समाधान हो सकता है। आप अपने अपने शक्ति केंद्र में डिजिटल इंडिया के हर लाभार्थी से मिले। जिन्हें कॉमन सर्विस सेंटर मिला है उनसे जरा बातचीत कीजिए। डिजिटल कंटेंट क्रिएशन से बड़ी संख्या में हमारे युवा जुड़े हैं और कमाई भी कर रहे हैं। उन्हें बताइए कि सरकार की योजनाओं से उन्हें कैसे लाभ मिला है। रेहड़ी फुटपाथ पर काम करने वाले साथियों के लिए पहली बार पीएम स्वनिधि योजना बनाई है। ऐसे साथियों से भी रोज बात करनी चाहिए। നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ജനങ്ങളുമായി സജീവമായി ഇടപെടുക. നിരന്തരമായി അവരുമായി സമ്പർക്കം ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഏത് പദ്ധതി കൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക എന്ന് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ശക്തി കേന്ദ്രയിലെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണഭോക്താക്കൾ, കോമൺ സർവീസ് സെന്ററുകൾ നടത്തുന്നവർ, അവരുമായി ചർച്ച ചെയ്യൂ, സംസാരിക്കൂ. ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ക്രിയാത്മകമായി പ്രവർത്തനം നടത്തുന്ന നമ്മുടെ യുവാക്കളുണ്ട്. അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അവരോട് പറയൂ, സർക്കാർ പദ്ധതികൾ, ആ പദ്ധതികൾ കൊണ്ടാണ് അവർക്കൊക്കെ ഈ ലാഭമുണ്ടായിട്ടുള്ളത് എന്ന്. അതോടൊപ്പം തെരുവിൽ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട് നമ്മുടെ. അവർക്ക് ആദ്യമായി PM സ്വാനിധി പദ്ധതി വന്നിരിക്കുന്നു. അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അവരോടും നിങ്ങൾ നിരന്തരമായി ബന്ധം പുലർത്തണം. आप सभी को बूथ स्तर पर एक निश्चित संख्या में लोगों की जिम्मेदारी लेनी चाहिए। कोई कार्यकर्ता 10 परिवार की जिम्मेवारी ले, कोई कार्यकर्ता 15 परिवार की जिम्मेवारी ले। अभी से उसको निश्चित काम दे देना चाहिए। इस तरह हर कार्यकर्ताओं को यह पता होगा कि उसके पास क्या काम है। आप अपने बूथ पर लोगों को वोटर लिस्ट से जोड़ने पर भी काम करें। कोई भी नागरिक मतदान के अधिकार से छूटना नहीं चाहिए। फर्स्ट टाइम वोटर्स को जोड़कर
उसका बड़ा अभियान चलाना चाहिए। जो पहली बार वोट डालने वाला है उन्हें वोट करने के लाभ बताएं। वो देश का भविष्य तय करने वाला है। आप सभी ये जरूर निश्चित करें कि हर पात्र व्यक्ति उसका वोटर लिस्ट में नाम अवश्य होना चाहिए। ऐसे लोगों को हमने मदद भी करनी चाहिए। देश सेवा के कार्यों के लिए केंद्र सरकार ने देश का सबसे बड़ा युवा संगठन माय भारत भी बनाया है। आपने माय भारत पर जाकर के ऑनलाइन रजिस्ट्री करवानी चाहिए। अभी तक की जो मेरी जानकारी है, बहुत कम समय में 1 करोड़ से ज्यादा युवा मेरा युवा भारत, माय भारत संगठन से जुड़ चुके हैं। आप भी अपने क्षेत्र के ज्यादा से ज्यादा युवाओं को इस संगठन से जोड़ें। നിങ്ങൾക്ക് ബൂത്ത് തലങ്ങളിൽ നിങ്ങൾ നിശ്ചിത എണ്ണത്തിലുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ചിലർ 10 കുടുംബങ്ങളുടെ എണ്ണം ഏറ്റെടുക്കാം, ചിലർക്ക് 15 കുടുംബങ്ങളുടെ എണ്ണം ഏറ്റെടുക്കണം. അങ്ങനെ എല്ലാ പ്രവർത്തകർക്കും അവരവരുടെ ജോലി എന്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കണം. അങ്ങനെ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്തുകളിലെ ജനങ്ങളെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്താൻ സാധിക്കണം. വോട്ടർ പട്ടികയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേരുന്നു, എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. നിങ്ങൾ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന കന്നി വോട്ടർമാരുമായി ബന്ധപ്പെടണം. വോട്ട് ചെയ്യുന്നതിൻ്റെ ഗുണത്തെപ്പറ്റി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് അവരെ നിങ്ങൾ സഹായിക്കണം. നിർബന്ധമായിട്ടും ആരും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. രാജ്യസേവനത്തിനായി കേന്ദ്ര സർക്കാർ യുവാക്കൾക്കായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, മൈ ഭാരത്. ആ മൈ ഭാരതുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറഞ്ഞ കാലത്തിനുള്ളിൽ 1 കോടി യുവാക്കൾ ഈ മൈ ഭാരത് എന്ന യുവഭാരത സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു, യോജിച്ചു കഴിഞ്ഞു. നിങ്ങളും നിങ്ങളുടെ പ്രദേശത്തെ മുഴുവൻ യുവാക്കളെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുത്താൻ പരിശ്രമിക്കണം. साथियों, आप सभी शक्ति केंद्र के प्रतिनिधियों द्वारा नमो ऐप का निरंतर इस्तेमाल भी बहुत आवश्यक है। नमो ऐप पर आपको ऐसी अनेकों जानकारियां मिलती रहेगी जो आपको, वोटर्स को जागरूक करने में मदद करेगी। अपने कार्यकर्ताओं की छोटी छोटी मीटिंग लेने के लिए भी वो मुद्दे आपको बहुत काम आएंगे। आप सोशल मीडिया और अन्य डिजिटल प्लेटफॉर्म्स का इस्तेमाल पार्टी के बारे में पॉजिटिविटी फैलाने में करें। केंद्र सरकार की योजनाओं के बारे में लोगों को बताने के लिए करें। आप इन सोशल प्लेटफॉर्म से अपने क्षेत्र के लोगों तक सीधे पहुंच पाएंगे। നിങ്ങളെല്ലാ ശക്തി കേന്ദ്ര പ്രവർത്തകരും നമോ ആപ്പ് അത് നിരന്തരമായി ഉപയോഗിക്കണം. നിങ്ങൾക്ക് വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ പ്രവർത്തകരുടെ മീറ്റിംഗിൽ പറയേണ്ടതായിട്ടുള്ള അനേകം വിവരങ്ങൾ നമുക്ക് ആ ആപ്പിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ പാർട്ടിയെപ്പറ്റി ക്രിയാത്മകമായ ധാരണ പരത്തുന്നതിനായി ഉപയോഗിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. നിങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങളെ സഹായിക്കും. साथियों, आप सभी जानते हैं कि 22 जनवरी को अयोध्या में भव्य राम मंदिर में प्राण प्रतिष्ठा का आयोजन है। ये कोटि कोटि लोगों के लिए आस्था और भक्ति से भरे पल है। मैं भी
प्राण प्रतिष्ठा से पहले जो अनुष्ठान होते हैं उनके यम नियमों का पालन कर रहा हूं। बीते दिनों मुझे अनेक मंदिरों में दर्शन और वहां सफाई करने का सौभाग्य मिला है। मेरा केरला के आप सभी कार्यकर्ताओं से भी आग्रह है कि आप अपने अपने गांव, शहर, बूथ पर मंदिरों में स्वच्छता अभियान चलाएं। 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी, लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी, हर मंदिर में जलेगी। केरला तो वो राज्य है जो अपना पूरा 1 महीना रामायण को समर्पित करता है। यहां रामायण मासम मनाया जाता है। केरला में भी पूरे सद्भाव के साथ श्री राम ज्योति जले, ये संदेश आपको अपने क्षेत्र में हर घर में पहुंचाना है और पक्का करना है कि हर घर में शाम को राम ज्योति जले। നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജനുവരി 22-ന് അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ഇത് കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസവും ഭക്തിയും നിറയുന്ന മുഹൂർത്തമാണ്. ഞാൻ പ്രാണപ്രതിഷ്ഠയുടെ മുമ്പ് ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ, മര്യാദകൾ, ആചാരങ്ങൾ എന്നിവ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അനേകം ക്ഷേത്രങ്ങൾ ദർശിക്കാൻ സാധിക്കുകയും അവിടെയൊക്കെ വൃത്തിയാക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയുമുണ്ടായി. ഞാൻ കേരളത്തിലെ പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ, നഗരത്തിൽ, ബൂത്തിൽ ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, ഈ പരിപാടി നടത്തുക. ജനുവരി മാസം 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടക്കും. എന്നാൽ ശ്രീരാമ ജ്യോതി രാജ്യത്തെ എല്ലാ വീട്ടിലും, എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് തെളിയിക്കണം. കേരളം എന്ന് പറയുന്നത് ഒരു മാസം മുഴുവൻ രാമായണത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ രാമായണ മാസം ആചരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ വീട്ടിലും, ക്ഷേത്രങ്ങളിലും സമ്പൂർണ്ണ ഭക്തിയോടുകൂടി ശ്രീരാമ ജ്യോതി തെളിയിച്ച് നാം ആ ദിവസം ആഘോഷിക്കണം. ഈ സന്ദേശം നിങ്ങൾ എല്ലാ വീടുകളിലും, എല്ലാ പ്രദേശത്തും, എല്ലാ വ്യക്തിയിലും 22-ന് രാമജ്യോതി തെളിയിക്കേണ്ട ഈ സന്ദേശം എത്തിക്കണം. मैं केरल की जनता के सामर्थ्य को जानता हूं। देश के उज्जवल भविष्य के लिए काम करने का केरल के लोगों का मिजाज भी जानता हूं। मेरा उन पर बहुत भरोसा है। वैसे ही मुझे केरला के हर कार्यकर्ता पर उतना ही भरोसा है। आप चुनौतियों से तप करके निकले हुए कार्यकर्ता है, इसलिए केरला की जनता का भरोसा जीतने में आप जरूर सफल होंगे। और मैं फिर एक बार संगठन की शक्ति को प्रणाम करते हुए आप सबको बहुत बहुत शुभकामनाएं देता हूं। കേരളത്തിലെ ജനങ്ങൾ, പ്രവർത്തകരെ, ആ പ്രവർത്തകരുടെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ച നിങ്ങളുടെ കഴിവിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറയാൻ സാധിക്കും, കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടുന്നതിൽ നിങ്ങൾ നിശ്ചയമായും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇതാ ആശംസകൾ നേരുന്നു. मेरे साथ बोलिए, दोनों हाथ ऊपर करके पूरी ताकत से बोलिए, भारत माता की। രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്നോടൊപ്പം വിളിക്കൂ, भारत माता की।
जय भारत माता की, जय भारत माता की, जय भारत माता की, जय भारत माता की। जय वंदे मातरम वंदे मातरम वंदे। मातरम। बहुत बहुत धन्यवाद। Thank you, Narendra Modi, for your inspiring and encouraging words. तो केरल के कोच्चि में प्रधानमंत्री नरेंद्र मोदी ने शक्ति केंद्र